നേതാവിൻ്റെ കൊലപാതകത്തിൽ ജിമ്മു സന്തോഷ് പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടു എന്നുള്ളതാണ്. അലുവ അതിൽ, പങ്കജ് രാജപ്പൻ, പ്യാരി ഹരി മൈന എന്നിവരുടെ ചിത്രങ്ങളാണ് അന്വേഷണ സംഘം പുറത്തുവിട്ടത്. ഇപ്പോഴും മുന്നിലേക്ക് എത്താൻ കഴിയാതെ പോലീസ് കഷ്ടപ്പെടുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പോലീസിൻ്റെ മുന്നിൽ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിയ പ്രതികളാണ് കേട്ടോ ഇവരൊക്കെ. ഈ കൂടെ വെട്ടുകൊണ്ട ഒരു യുവാവ് പറഞ്ഞത് ഈ പറയുന്ന അലുവ അതുൽ ആണ് വെട്ടിയതെന്നാണ് പറഞ്ഞത്. തൃശ്ശൂർ വെള്ളിക്കുളങ്ങരയിൽ കാട്ടാന ഇറങ്ങി. ജനവാസ മേഖലയിൽ കൃഷിഭൂമിയിലാണ് ആന ഇറങ്ങിയത്. പുരയിടത്തിലെ പ്ലാവ് ആന തുമ്പിക്കൈ കൊണ്ട് കുലുക്കുന്ന ദൃശ്യങ്ങൾ 24-ന് കിട്ടി. സൂരജ് സജിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നത്. സൂരജ്, ജനവാസ മേഖലയിൽ ആനയെന്നല്ല പുലി, കടുവ ഒക്കെ ഇറങ്ങുന്ന കാലമാണ് ഇത്. ഈ വന്യമൃഗശല്യമുള്ളൊരു മേഖലയാണോ സൂരജ്? ഹഷ്മി, കഴിഞ്ഞ ദിവസം പുലി ഇറങ്ങിയത് ഇവിടെയാണ്. ഈ രണ്ട് ദിവസം മുമ്പാണ് അവിടെ പുലി ഇറങ്ങിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കാട്ടാന എത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം ജനവാസ മേഖലയിൽ ഇതേ കാട്ടാന എത്തിയിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ, അതായത് ഏകദേശം ഒരു 3/4 മണിക്കൂർ മുമ്പാണ് ഈ ജനവാസ മേഖലയിൽ ഈ കാട്ടാന എത്തുകയും പ്ലാവിലുണ്ടായിരുന്ന ചക്ക കുലുക്കി വീഴ്ത്താനും ശ്രമിച്ചത്. ഈ കൊമ്പൻ തുമ്പിക്കൈ ഉയർത്തി ഈ പലകുറി ഈ പ്ലാവിൽ കുലുക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം. പക്ഷെ ആനയ്ക്ക് ഈ ചക്ക കിട്ടിയില്ല എന്നുള്ളത് മാത്രമാണ് അതിലൊരു സങ്കടകരമായിട്ടുള്ളത്. പിന്നീട് ആന മടങ്ങിപ്പോവുകയും ചെയ്തു. പക്ഷേ ആളുകളെ സംബന്ധിച്ച് വലിയ ഭയപ്പാടാണുള്ളത്. കാരണം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇതേ മേഖലയിൽ തന്നെ കാട്ടാന എത്തി തെങ്ങടക്കം മറിച്ചിരുന്നു. അതിനുശേഷം 2 ദിവസം മുമ്പ് പുലി എത്തി. അതിന് പിന്നാലെ വീണ്ടും കാട്ടാന എത്തിയിരിക്കുന്നു. വലിയ ആശങ്ക ഈ രണ്ട് കൈയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാശ്മീർ.